സ്റ്റാർട്ടിങ് വളരെ കാമായിച്ചിരുന്നു. കാരണം നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളതാണ്, സിനിമയിൽ പിന്നെ ഡിഫറെൻ്റ് ആണ്. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ പണ്ട് വളരെ കാമായി റോൾ ചെയ്ത ആൾ പിന്നെ നമ്മൾ ഭയങ്കര കാമായിട്ടുള്ള റോളൊക്കെ കാണുന്നത്. പക്ഷെ പിന്നെ സീരിയസ് നോക്കുമ്പോൾ കറുത്തമുത്തിലെ ഗായത്രിയൊക്കെ നമ്മളൊക്കെ ഷോക്കായി പോയി. സോ ഹൗ ചലഞ്ചിങ് ആ ക്യാരക്ടർ പോർട്രേ ചെയ്യുമ്പോൾ? എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. തീർച്ചയായിട്ടും എനിക്ക് കുറച്ചുകൂടെ പെർഫോം ചെയ്യാനുണ്ടെന്ന് തോന്നുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ ഈ പറഞ്ഞ എല്ലാ ഒരു നെഗറ്റീവ് ഷെയ്ഡിനും ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേൺ വിട്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഈ മൗനരാഗത്തിലാണ് എനിക്ക് അത് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റിയത്. തീർച്ചയായിട്ടും അതാണ്. അപ്പൊ എനിക്കത് ഭയങ്കര എൻജോയ് ചെയ്താണ് ഞാൻ ചെയ്തത്. പുറത്തൊക്കെ പോകുമ്പോൾ ഓഡിയൻസിന്റെ നല്ല ക്യാരക്ടേഴ്സിനെ ആക്ച്വലി നല്ല കുറെ അമ്മമാര് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് നമുക്കൊരു ഇനോഗ്രേഷന് പോകാൻ പോലും പറ്റാത്ത അവസ്ഥകൾ കുറെ ആക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ നേരിട്ടിട്ട് ഉണ്ടായിട്ടുണ്ടോ? തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കറുത്തമുത്ത് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ട്രെയിനിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ട്രെയിനിൽ പോലും? അതെ. എന്നെ കാണുമ്പോൾ ആദ്യമേ അടിക്കാനാണ് അവർ വരുന്നത്. പിന്നെയാണ് അവർക്ക് അയ്യോ ഇതിങ്ങനെ അല്ലല്ലോ എന്നുള്ള അതൊക്കെ വരുന്നത്. പിന്നെ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് അഭിനയമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അഭിനയത്തും ബെറ്ററായി, അല്ലെങ്കിൽ അഭിനയം നന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ചെയ്ത സീരിയൽസിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? ഒന്ന് എടുത്ത് നോക്കുമ്പോൾ കരിയർ ജോൺ എടുത്ത് നോക്കുമ്പോൾ ഈ ക്യാരക്ടർ എനിക്ക് വെരി സ്പെഷ്യൽ ടു മൈ ഹാർട്ട് എന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ കറുത്തമുത്ത് തന്നെയാണ്. കാര്യം എന്നെ ഞാൻ ആക്കിയത് ഒരു ഫെയിം തന്നൊരു ക്യാരക്ടർ അല്ലേ? എന്നെ ഈ മൗനരാഗം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി കറുത്തമുത്താണ് കുറച്ചുകൂടെ ആളുകൾ ഓർത്തിരിക്കുന്നത്. ഓക്കെ. ആ സമയത്ത് ഭയങ്കര ചേഞ്ച് ആണ് ഇപ്പോഴത്തെ ടെക്നോളജി അല്ല ആ സമയത്ത്. അപ്പൊ ഒരു ഡിഫറൻസ് എന്തായിരിക്കും ആസ് ആർട്ടിസ്റ്റ് ആ സമയത്ത് ഈ സമയത്തും? എല്ലാം ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റൈലുണ്ട്, ഈ പറഞ്ഞ ക്യാമറയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാത്തിലും ലൈറ്റ് ഇതുപോലെ തന്നെ ടെക്നീഷ്യൻ സൈഡിലും അല്ലാതെയും വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിനയത്തിലും വ്യത്യാസം, എല്ലാത്തിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്, ഒരു വടക്കൻ സെൽഫി മൂവിയില് വടക്കൻ സെൽഫി മൂവിയില് മോഡലായിട്ട് വരുന്നുണ്ട്. അതില് ഒരു ഓറഞ്ച് ഡ്രസ് ഒക്കെ ഇട്ട ആ സോങ്ങില്, അതും അജു വർഗീസിന്റെ കൂടെ വരുന്നുണ്ട്. അതിലോട്ടുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? അത് സത്യം പറഞ്ഞാൽ അത് അതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഒരു ഫ്രണ്ട് ആയിരുന്നു. അദ്ദേഹം വിളിച്ചതാണ് എന്നെ. അപ്പൊ ഈ പറഞ്ഞ പോലെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. എനിക്ക് ഭയങ്കര ചമ്മലൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ. പോയി അറിയില്ല, അച്ഛനും അമ്മയും തന്നൊരു ധൈര്യം പോയി. പക്ഷെ നല്ലതായിരുന്നു. ഒരു ദിവസമേ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തെങ്കിലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ സ്ക്രീനിൽ കാണുമ്പോ ക്രിഞ്ച് തന്നെയാ. കുറച്ചുകൂടെ നല്ലതാക്കാമായിരുന്നു. ഇനി ഒന്നുകൂടെ സിനിമ ട്രൈ ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പൊതുവെ ഇച്ചിരി മടിയുള്ള ഒരാളാണ് ഞാൻ എല്ലാത്തിനോടും. അപ്പൊ അതുകൊണ്ടാണ് പൊതുവെ അതിലോട്ട് ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്ത് കുറവല്ലേ? ഓക്കെ. അന്ന് അജുചേട്ടന്റെ കൂടെ എക്സ്പീരിയൻസ് ഫൺ മൊമെന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അജുചേട്ടൻ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെ പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. പുതിയൊരാളോട് സംസാരിക്കുന്ന പോലെയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും സീനിയർ ആർട്ടിസ്റ്റുകൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് അങ്ങനെ ഫീലേ ഇല്ല. ഫുള്ളി ഹാപ്പി ആയിരുന്നു, ഫുള്ളി ജോളി ആയിരുന്നു. ഇപ്പോ കമ്മിങ് ടു മൗനരാഗം സീരിയല് ഫസ്റ്റ് വന്നിട്ട് പിന്നെ ഒരു ബ്രേക്ക് എടുത്തു, പ്രഗ്നൻസി ആ ടൈമിൽ ബ്രേക്ക് എടുത്ത് പിന്നെയും തിരിച്ചു വന്നു ആ ക്യാരക്ടറിലോട്ട്. അത് ഓഡിയൻസിന്റെ ലവ് ആണ്. വേണമെങ്കിൽ ആ ക്യാരക്ടർ റീപ്ലേസ് ചെയ്ത ആളെ കൊണ്ട് തന്നെ മുന്നോട്ട് ചെയ്യിപ്പിക്കായിരുന്നു. പേഴ്സണലി എനിക്കും, ഞാനും ആ സമയത്ത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദർശന പോയപ്പോൾ ആ ക്യാരക്ടർ എന്തോ ഒരു ഇതുപോലെ തോന്നിയിട്ട്. അത് ആക്ച്വലി വളരെ ലക്കാണ് ഓഡിയൻസിന്റെ ലവ് കിട്ടാനായിട്ട്. അതെങ്ങനെ ഒരു ഹാപ്പിനെസ്? പോയ സമയത്ത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെയാണല്ലോ പോയത്. അപ്പൊ അത് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ഇത് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു, അതിങ്ങനെ കയറി വരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ പ്രഗ്നൻസി അറിഞ്ഞതും എനിക്കത് നിർത്തേണ്ടി വന്നതും. അപ്പോൾ വീട്ടിലിരുന്ന് വിഷമിക്കുമായിരുന്നു, എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ട് മിസ്സായല്ലോ എന്നൊക്കെ. തിരിച്ച് അതിലേക്ക് വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഞാനായിരിക്കും എനിക്ക് തോന്നുന്നു സീരിയൽ ഇൻട്രസ്റ്റ് ആ സെയിം ക്യാരക്ടറിന് വേണ്ടി പിന്നെയും തിരിച്ചു വന്നത്. പിന്നെ അത് ആക്ച്വലി ഉണ്ടായിട്ടില്ല, സീരിയൽസിൽ കുറവാണ്, സീരിയൽസിന്റെ ഹിസ്റ്ററിയിൽ കുറവായിട്ടേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ? ഓക്കെ. പിന്നെ സീരിയൽസ് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഫോർ ദ പീപ്പിൾ, അതിൽ നെഗറ്റീവ് ക്യാരക്ടർ ഒരു ഷെയ്ഡായിട്ട് വരുന്നു. സെയിം ഡയറക്ടർ തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ കുറെ ബാക്ക് ടു ബാക്ക് നെഗറ്റീവ് ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ടെൻഷൻ ഉണ്ടോ? കാരണം എന്നെ ഓഡിയൻസിന് ഫുൾ നെഗറ്റീവ് ആയിട്ട് കൊടുക്കുക? കാരണം ഇല്ല, ഞാൻ ഈ പറഞ്ഞ സുമംഗലി ഭവ എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഞാൻ ലീഡ് റോൾ ചെയ്തത്. അപ്പം അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ എപ്പോഴും പറയുന്നോട് ഇങ്ങനെ കരയരുത്, കുറച്ചുകൂടി ബോൾഡ് ആവണം, നിങ്ങൾ കുറച്ചുകൂടി ബോൾഡ് ക്യാരക്ടർ ചെയ്യുക. പണ്ടത്തെ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അതാണ് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇഷ്ടം എന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു ബോറടി ആയിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രം സീരിയൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ ക്യാരക്ടറിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടേ. സനൂപ് ചേട്ടൻ സുമംഗലി ഭവ സെറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ?
അനൂപ്. അനൂപ് ഓക്കെ. അപ്പൊ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കില്ല അവിടുത്തെ അദ്ദേഹത്തിന് ഞാൻ അവിടെ നിങ്ങൾ മീറ്റപ്പ് ചെയ്യുന്ന അനൂപ് ചേട്ടൻ മീറ്റപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സീരിയലും എനിക്ക് സ്പെഷ്യലാണ്, ഭയങ്കര സ്പെഷ്യലാണ്. അത് നല്ലൊരു ക്യാരക്ടർ, ലീഡ് ക്യാരക്ടർ കിട്ടിയപ്പോ ഭയങ്കര ഫുൾ സാരി ഒക്കെ എടുത്ത് ഭയങ്കര ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അത് ശരിക്കും അതിന്റെ പേര് ദേവു എന്നാണ് ക്യാരക്ടർ നെയിം. എന്റെ ഹസ്ബൻഡ് ഇപ്പോഴും എന്നെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അതെ, പുള്ളിക്ക് ആ ഒരു രൂപത്തോടു കൂടി കാണാനാണ് എന്നെ ഇഷ്ടം. ബാക്കി എല്ലാവരും എന്നെ വില്ലനായിട്ടാണ്, ആള് മാത്രമേ. സോ ഇങ്ങനെ ഈ ക്യാരക്ടർ വന്ന സമയത്ത്, കാരണം അതിന് മുന്നേ തന്നെ നെഗറ്റീവ് ചെയ്ത ഒരാളാണ്, അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നെ ആൾക്കാർ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യോ, അങ്ങനെ ടെൻഷൻ ഇല്ല. ഞാൻ ഈ കറുത്തമുത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ആദ്യമേ ഞാൻ നെഗറ്റീവ് ആയിരുന്നു, പിന്നെ ഞാൻ പോസിറ്റീവായി. ആ പോസിറ്റിവിറ്റി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ അതിനെ തുടർന്നാണ് എനിക്ക് ഈ പറഞ്ഞ ലീഡ് റോൾ വന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ആളുകൾ കുറെ ആക്സെപ്റ്റ് ചെയ്തവരുണ്ട്, പക്ഷെ ഞാനിങ്ങനെ കരയുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ പറയുന്നത്. പിന്നെ ഒരു ആക്ടർ മാത്രമല്ല, ഒരു സക്സസ്ഫുൾ ഓൺടർപ്രണറും കൂടിയാണ് ഇതൽ ബൈ ദർശന അല്ലെ. ഇപ്പൊ അവിടെ ആ കസ്റ്റീമ ഇല്ല, ഇത് അതിന്റെ അല്ല, ഇത് അതിന്റെ വേറെ ഒരു ഫ്രണ്ടിന്റെ കോസ്റ്റ്യൂമാണ്. ഓക്കെ. സോ ഇതൽ ബൈ ദർശന എങ്ങനെ ബീങ് ആൻ ഓൺടർപ്രണർ, എങ്ങനെ ആ ഒരു ടാസ്ക് എങ്ങനെ പോകും? ആക്ച്വലി എന്റെ ഒരു സ്വപ്നമാണെന്ന്. അതെ, ഞാൻ ഡ്രസ്സിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം കുറെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നിക്കൂടെ എന്തുകൊണ്ട് നമുക്ക് ഇതൊരു ബിസിനസ് ആക്കിക്കൂടെ, അങ്ങനെ തുടങ്ങിയ ഒരു സംഭവമാണിത്. അത് സക്സസ് ആയിട്ട് തന്നെ പോകുന്നു. സോ ഇതൾ ഈ പേരൊക്കെ ഐഡിയ ഒക്കെ എങ്ങനെ? ഇതൾ എന്റെ സിസ്റ്റർ പറഞ്ഞൊരു സജസ്റ്റ് ചെയ്തൊരു നെയിമാണ്. അവൾക്കൊരു മോളാണെങ്കിൽ ഇതളിന് പേരിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അവൾക്കത് പറ്റിയില്ല, അപ്പം എനിക്ക് ആ ഒരു പേരിട്ടു. ഓക്കെ. എങ്ങനെ പോകുന്നു ആസ് ഓൺടർപ്രണർ? ആ ഒരു പൊസിഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നു? അത് എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രമല്ല, എനിക്ക് കുറച്ച് പാർട്ട്നേഴ്സ്. ഞാൻ ചോദിക്കട്ടെ, ഹാർഡ് ആണോ ആക്ച്വലി ബീങ് ആൻ ഓൺടർപ്രണർ, ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ? എനിക്കൊരു മോനുണ്ട്, ഫാമിലി കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കുറെയൊക്കെ അതിലേക്ക് ഇങ്ങനെ ഒതുങ്ങി പോകും. അതെ. പിന്നെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു പുഷ് തരണം, എന്റെ ഹസ്ബൻഡാണ് തരാറ്. ബിഗ് സപ്പോർട്ടർ അല്ലേ? തീർച്ചയായിട്ടും. പുള്ളി ഇല്ലെങ്കിൽ ഞാനില്ല. ആക്ച്വലി പുള്ളിനെ പറ്റി പറഞ്ഞപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിൽ ഇന്റർവ്യൂ കൊടുത്തുകൊടുത്ത് മടുക്കുന്ന രീതിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആസ് എ ഒരു പബ്ലിക് ഒരുപാട് നമ്മൾ ഒഴിവാക്കി കാര്യം പറഞ്ഞു തന്നെ റിപ്പീറ്റ്. അതെ. അപ്പോൾ ഡെഫിനറ്റ്ലി ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഭയങ്കര പ്രശ്നം വരും. അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്തു? അല്ലെങ്കിൽ ഇപ്പൊ അതൊക്കെ നോക്കുന്ന സമയത്ത് അത് പ്രശ്നമില്ല, ഞാനതൊക്കെ കടന്നു വന്നു, അങ്ങനെ ആയിരുന്നു തോന്നുന്നുണ്ടോ? എനിക്ക് അപ്പോഴും പുള്ളി തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പുള്ളിയാണ് എന്റെ എല്ലാം. എനിക്ക് എന്നെ ഒരു സൈഡിൽ ഒരു പില്ലോ പറയില്ല, അതുപോലെ നമ്മുടെ സപ്പോർട്ടർ അല്ലേ. പുള്ളി ഇല്ലാതെ ഒരു സെക്കൻഡ് എനിക്ക് അതിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഡൗൺ ആയിരിക്കും എനിക്കത്. അപ്പം എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ, അങ്ങനെ ഒരു മൊമെന്റ് വന്നാൽ പുള്ളി തന്നെയാണ് എന്നെ പൊക്കിക്കൊണ്ട് വരുന്നത്. ഓക്കെ. ഞാൻ കുറച്ച് റാപ്പിഡ് ഫയർ ചോദിക്കാം, നമുക്ക് ഫാസ്റ്റ് ആൻസേഴ്സ്. പെട്ടെന്ന് ആൻസേഴ്സ് വേണം. ഒന്ന് പെട്ടെന്ന് ചിന്തിക്കാൻ പാടില്ല, വായിൽ തോന്നുന്ന അപ്പോഴത്തെ ആൻസർ. സെറ്റ്. അതെ. ഇപ്പോൾ മൗൻറാക്ക സീരിയൽ, മൗൻറാക്കത്തിൽ നമുക്ക് ചോദിക്കാം, സെറ്റിൽ ഏറ്റവും ഭയങ്കര ഫൺ, അല്ലെങ്കിൽ ഹീസ് വെരി ഫൺ, ഷീസ് വെരി ഫൺ, ഭയങ്കര ഫൺ ജോക്സ് ഒക്കെ പറഞ്ഞ്? ഷീസ് വെരി ഫൺ, ഹീ പറയായിരിക്കും. ബിക്കോസ് എന്റെ പേരാണ് എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നുന്നത്. ഞങ്ങളുടെ കൂടുതൽ കോമ്പിനേഷൻ. എന്റെ ഫാമിലിയെ ഒരു ഫണ്ണാണ്. 4 പേരും, അച്ഛൻ, അമ്മ, ഞങ്ങൾ 4 പേരും നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും ഭയങ്കര ഫണ്ണാണ്. ഹ്യൂമർ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. ഒരു സീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫണ്ണാക്കി തന്നെ ഞങ്ങൾ ചെയ്യും. അപ്പൊ ആ 4 പേരും എന്നിട്ട് ഒരാളെ പറയുകയാണെങ്കിൽ എന്റെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു. ഓക്കെ. ബെസ്റ്റ് ഫ്രണ്ട് ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് ഫ്രണ്ട്? ഇൻഡസ്ട്രി ടഫായിരിക്കും. കുറേ പേരുണ്ടോ? ഇല്ല, ആരും ഇല്ല. എല്ലാവരും ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഐശ്വര്യ ചേച്ചിയോ? ഐഷു ഫ്രണ്ടാണ്, ഓഫ് കോഴ്സ് എന്റെ ഫ്രണ്ടാണ്. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും